നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കഴിമ്പ്രം VPM SNDP സ്കൂളിൽ എഡുഫെസ്റ്റ് 2024 സ്കൂൾ വാർഷികം യാത്രയയപ്പ്. അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി ജീനാനന്ദൻ ചുമതലയേറ്റു. വലപ്പാട്, തളിക്കുളം പഞ്ചായത്തുകളിൽ ബജറ്റ് അവതരണങ്ങൾ. വാർത്തകൾ വിശദമായി. കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ എഡുഫെസ്റ്റ് 2024 ആഘോഷിച്ചു. LKG മുതൽ +2 വരെയുള്ള കുട്ടികളിൽ പഠന മികവിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 1250 കുട്ടികളെ മെഡൽ നൽകി ആദരിച്ചു. വിദ്യാലയാങ്കണത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു. 25-27 SNDP യോഗ രംഗത്ത് ഒരു മാനേജരായിട്ട് വരുന്നു. ആദ്യം SN ട്രസ്റ്റിലും അതിനുശേഷം SNDP യോഗത്തിലും. കരിമ്പുറത്ത് PTA സഹകരണവും സഹായവും കിട്ടുന്ന രീതിയിൽ ഉള്ള ഒരു പ്രവർത്തനം കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ട്രസ്റ്റായാലും SNDP യോഗത്തിൽ കിട്ടാറുണ്ട്. അതുകൊണ്ട് എന്നും ഞങ്ങളുടെ എല്ലാ അഭിമാനമാണ് കരിമ്പുറം. എന്നും അഭിമാനമെന്ന് മാത്രമല്ല, കരിമ്പുറം എന്ന് പറഞ്ഞാൽ SNDP യോഗത്തിൻ്റെ സ്കൂളുകളുടെ ഞങ്ങളൊരു പൊൻതൂവലായി എന്നും 100 പേര് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്കൂളായിരുന്നു. ഹയർ സെക്കൻഡറി ആയി അങ്ങനെ വളർന്നു കുട്ടികളും ഏറെയായി, പ്രത്യേകിച്ചും സാധാരണക്കാർ ഏറെ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ്. ഇവിടെ എല്ലാം വലിയ ഉപരോഗ്യരായ, പ്രമാണിമാരായ, സമ്പന്നന്മാരായ ആരും പഠിക്കുന്ന അല്ല. ഈ പ്രദേശത്ത് സാധാരണക്കാർ മാത്രം തിങ്ങിപ്പാർക്കുന്ന രക്ഷകർത്താക്കൾക്ക് അവർക്ക് പഠിപ്പിക്കാൻ ആശയം ഉള്ള ഏക സ്ഥാപനമായി ഇവിടെ വളരുകയും അതിന് കരിമ്പുറം സ്കൂളിൽ ഞാൻ ആദ്യം വന്ന കാലത്ത് ബസ്സൊക്കെ ഇട്ട് രാത്രിയും പകലും കുട്ടികളെ പഠിപ്പിക്കുന്ന രക്ഷകർത്താക്കൾ, ആ PTA അതിനെ സപ്പോർട്ട് ചെയ്യാൻ വെൽഫെയർ കമ്മിറ്റി, 2-3 കമ്മിറ്റി തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്നും ആവേശകരമായി ഇതിനെ അവർ വളർത്തി ഉയർത്തി. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞു. ഇന്നിപ്പോൾ 18 ഡിവിഷൻ പോക്കായി. കഴിമ്പ്രം വിദ്യാലയം നടത്തിവരുന്ന പഠന പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായാണ് എഡുഫെസ്റ്റ് 2024 ആഘോഷിച്ചത്. എല്ലാ കുട്ടികളെയും മുൻനിരയിലെത്തിക്കുക എന്നതാണ് പഠന പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന എഡുഫെസ്റ്റ് 2024 പ്രഖ്യാപിത ലക്ഷ്യം. ആദരവ് മുൻനിരക്കാർക്ക് മാത്രമല്ല, മുൻനിരയിലെത്താൻ ശ്രമിക്കുന്നവർക്ക് കൂടിയുള്ളതാണെന്നും അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും ഉൾപ്പെടുന്ന പൊതുസമൂഹം ഈ ലക്ഷ്യത്തിന് പ്രതിജ്ഞാബദ്ധമാണെന്നും പഠനോത്സവം ഉദ്ഘാടന വേളയിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. പ്രസിഡന്റ് രമേശ് പള്ളത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പാൾ OV സാജു സ്വാഗതം പറഞ്ഞു. SN ട്രസ്റ്റ് ബോർഡ് അംഗം പ്രീതി നടേശൻ ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി ശ്രീജി ബാബു പദ്ധതി വിശദീകരണം നൽകി. ചടങ്ങിൽ SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത്, വൈസ് പ്രസിഡന്റ് PV സുദീപ് കുമാർ, സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി, നോർത്ത് ശാഖ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, മധുശക്തിധര പണിക്കർ, രാമചന്ദ്രൻ ഏറാട്ട്, വൈസ് പ്രസിഡന്റ് സുമോദ് ഏരണയെഴുത്ത്, പ്രസിഡന്റ് ഷിസ്മ പ്രശാന്ത്, MPTA വൈസ് പ്രസിഡന്റ് അശ്വതി ഷൻജിത്ത്, സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി EI മുജീബ്, സ്കൂൾ ഹെഡ് മിനിസ്ട്രസ് ബീന T രാജൻ എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപികമാർ മറുപടി പറഞ്ഞു. നാട്ടിക വെസ്റ്റ് KMUP സ്കൂളിൽ സ്കൂൾ വാർഷികാഘോഷവും 11 വർഷക്കാലം പ്രധാനാധ്യാപികയുമായി സർവീസിൽ നിന്ന് വിരമിക്കുന്ന ലസിത ടീച്ചർക്കുള്ള യാത്രയയപ്പും അധ്യാപക രക്ഷാകർതൃ ദിനവും നടന്നു. TN പ്രതാപൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. 34ാം വിവാഹം വാർഷിക ആശംസകൾ കൂടി നിങ്ങളെല്ലാവരും പേരിൽ ഈ സന്ദർഭത്തിൽ നേരുകയാണ്. നാളെ എല്ലാവർക്കും ഗംഭീരമായ സദ്യ ടീച്ചർ മോഹൻദാസ് കൂടി ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളെ ആരെയും ക്ഷണിക്കാൻ വിട്ടുപോയെങ്കിൽ വേളാക്കാട് തറവാട്ടിലേക്ക് നിങ്ങളെല്ലാവരും നാളെ വരണം. ബന്ധുമിത്രാർത്ഥികൾക്ക് മാത്രമല്ല, അവിടെ വരുന്ന എല്ലാവർക്കും മോഹൻദാസ് അതിനുവേണ്ടി അദ്ദേഹം ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നാണ്. മകൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. മോളാണെങ്കിൽ മോളും അതിനുവേണ്ടി സ്വാധീനം
അതിനുവേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. നാളെ വിവാഹ വാർഷികത്തിന്റെ ആഘോഷം. 1990 ഫെബ്രുവരി മാസം 14-ാം തീയതി പിന്നെ ഈ ഗുരുവായൂർ മമ്മിയൂര് പ്രദേശത്ത് നിന്നും പ്രിയമുള്ള ലക്ഷ്മി ടീച്ചർ ഇങ്ങോട്ട് വന്ന് വേളക്കാട് തറവാട്ടിൽ വന്നതോടുകൂടി ടീച്ചർ ജനിച്ചു നല്ല തറവാട്ടിലാട്ടാ, പറയാതിരിക്കാൻ നിർത്തിയില്ല. അവൻ ടീച്ചറുടെ കുടുംബം വളരെ വളരെ പ്രസിദ്ധമായ പിന്നെ അയ്യപ്പുള്ളി കുടുംബത്തിൽ നിന്നാണ് ടീച്ചർ ജനിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തറവാട്ടിൽ ജനിച്ച ടീച്ചർ അതിനേക്കാട്ടിലും ഒട്ടും കുറവല്ലാത്ത ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും നല്ല വേളക്കാട് തറവാട്ടിലേക്കാണ് ടീച്ചർ വന്നത്. ഇവിടെ വന്നതോടുകൂടി ടീച്ചറുടെ ശുക്രദശ ആരംഭിച്ചു. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷത വഹിച്ചു. സിനി ആർട്ടിസ്റ്റ് മഞ്ജു പിള്ള മുഖ്യ അതിഥിയായിരുന്നു. എന്നെ കുറച്ച് പഴയ കാലത്തിലേക്ക് കൊണ്ടുപോയത് ഇവിടുത്തെ പ്രാർത്ഥനാ ഗീതമാണ്. സ്കൂളിൽ ഈ മേക്കപ്പ് ചെയ്തി അവിടെ പ്രാർത്ഥനാ ഗീതം പാടുന്നവര് കുട്ടികൾ ഒരു 4 പരിപാടിക്ക് ചേർന്നിട്ടുണ്ട്. അപ്പോൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓടി വന്ന് പ്രാർത്ഥനാ ഗീതം പാടുക, ഇവിടെ നിന്ന് പ്രാർത്ഥനാ ഗീതം പാടി കുട്ടികൾ മുഴുവൻ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മ വന്നു. എന്തായാലും പ്രധാന സാറ് കുറേയൊക്കെ കരയിക്കാൻ നോക്കി, ടീച്ചർ കരഞ്ഞില്ല. പ്രധാന സാർ പറഞ്ഞതിൽ കുറേയൊക്കെ സത്യമുണ്ട്. കാരണം അധ്യാപക സമയമാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്ന സ്കൂളിൽ പഠിക്കുന്ന സമയം. കോളേജിൽ ഓഫ് കോഴ്സ് നമ്മൾ എൻജോയ് ചെയ്യും. നമ്മൾ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ വൈബാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷമായിരിക്കുന്ന, പഠിക്കാൻ ചെറിയൊരു മടി വരും എങ്കിലും സന്തോഷമായിരിക്കുന്ന സമയം സ്കൂൾ ടൈമാണ്. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ഉപഹാര സമർപ്പണം നടത്തി. ഓർമ്മപ്പെയ്ത്ത് പ്രദർശനം 2ാം വാർഡ് മെമ്പറും ജനറൽ ചെയർമാനുമായ PV സെന്തിൽകുമാർ നിർവഹിച്ചു. ഫോട്ടോ അനാച്ഛാദനം പൂർവ്വ വിദ്യാർത്ഥിയും ലുലു ഗ്രൂപ്പ് ഇന്ത്യ മീഡിയ ഹെഡുമായ NB സ്വരാജ് നിർവഹിച്ചു. സ്കൂൾ മാനേജർ EK തോമസ് മാസ്റ്റർ, PTA പ്രസിഡന്റ് സജിനി മുരളി, സ്റ്റാഫ് പ്രതിനിധി ജിഷി ടീച്ചർ, OSA പ്രസിഡന്റ് NK വിജയകുമാർ, സ്കൂൾ ലീഡർ അലീന ജെയ്സൺ, 1ാം വാർഡ് മെമ്പർ KR ദാസൻ, മാതൃസംഘം പ്രസിഡന്റ് സച്ചു ജയരാജ്, റിട്ടയേർഡ് അധ്യാപികയായ ലീന ടീച്ചർ, റിട്ടയേർഡ് HMമാരായ ഷീജ ടീച്ചർ, രജനി ടീച്ചർ, KSTA സബ് ജില്ലാ സെക്രട്ടറി വിനോദ് മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വിരമിക്കുന്ന പ്രധാനാധ്യാപിക A ലസിത ടീച്ചർ മറുപടി പ്രസംഗം നടത്തി. PR പ്രിയ ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സീനിയർ അസിസ്റ്റന്റ് CJ ജെന്നി ടീച്ചർ, റോസ്മേരി ടീച്ചർ എന്നിവരും സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കലാപരിപാടികളും ഉണ്ടായിരുന്നു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി 11ാം വാർഡ് അംഗം ജീന നന്ദൻ ചുമതലയേറ്റു. LDF ധാരണപ്രകാരം ജ്യോതിരാമൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. യോഗത്തിൽ ജ്യോതിരാമൻ പേര് നിർദ്ദേശിച്ചു. TP രഞ്ജിത് കുമാർ പിന്താങ്ങി. LDF ധാരണപ്രകാരം ആദ്യ ടേം പ്രസിഡന്റ് പദവി CPM-നും 2ാം ടേം CPI-ക്കുമാണ്. നിലവിൽ CPI വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമാണ് ജീന നന്ദൻ.
യോഗത്തിൽ സബ് രജിസ്ട്രാർ ചിത്ര വരണാധികാരിയായിരുന്നു. തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് PS സുജിത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TK മാധവൻ, AV ശ്രീവത്സൻ, ജ്യോതിരാമൻ, CPI ലോക്കൽ സെക്രട്ടറി CK കൃഷ്ണകുമാർ, CPM ലോക്കൽ സെക്രട്ടറി TI ചാക്കോ, മേനക മധു, പ്രദീപ് കൊച്ചത്ത്, മണി ശശി, സെക്രട്ടറി വർഗീസ്, ജ്യോതിലക്ഷ്മി, വസന്തൻ, ശരണ്യ രാജേഷ് എന്നിവർ സംസാരിച്ചു. നാളുകളിൽ നമുക്കത് പൂർത്തീകരണത്തിന് ആവശ്യമായുള്ള നടപടികൾ സ്വീകരിക്കണം. അപ്പോൾ തികച്ചും നമ്മുടെ ഓരോ പഞ്ചായത്തിൻ്റെയും, വിശേഷിച്ച് നമ്മുടെ അന്തിക്കാട് പഞ്ചായത്തിൻ്റെ തന്നെ എടുക്കാം. അപ്പോൾ ഇവിടുത്തെ ആ രീതിയിൽ എവിടെ ഏതേലും പ്രദേശങ്ങളിലെല്ലാം കാര്യങ്ങൾ മുൻഗണനാ അടിസ്ഥാനത്തിൽ നടത്തേണ്ട കാര്യങ്ങളൊക്കെ ആലോചിച്ചാണ് ഇപ്പോൾ നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഈ ഭരണസമിതിയിലെ ഒരു അംഗം എന്ന നിലയ്ക്ക് ഇപ്പോൾ പുതിയതായി തെരഞ്ഞെടുക്കുന്നവരെ ഈ ഭരണസമിതിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ, മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് ഇടപെട്ടിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഡീന നന്ദൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആരാധനാലയ സംരക്ഷണ നിയമം മാറ്റാനുള്ള മോദി സർക്കാരിന്റെ നീക്കം രാജ്യത്ത് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാനുള്ള ഗൂഢനീക്കത്തിന്റെ ഭാഗമാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് അഭിപ്രായപ്പെട്ടു. ഖത്തർ KMCC മണലൂർ നിയോജകമണ്ഡലം കമ്മിറ്റി വാടാനപ്പള്ളി CH ഓർഫനേജിൽ സംഘടിപ്പിച്ച നേതൃത്വ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാബരി മസ്ജിദ് നിലനിന്നിരുന്ന ഭൂമിയിൽ ക്ഷേത്രം നിർമ്മിച്ചു, അത് ആഘോഷമാക്കി തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധമാക്കുകയാണ് BJP എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. KMCC പ്രസിഡന്റ് ഹാഷിം എളവള്ളി അധ്യക്ഷത വഹിച്ചു. PM ഖാലിദ് ആമുഖ പ്രസംഗം നിർവഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VM മുഹമ്മദ് ഗസാലി, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് RA അബ്ദുൾ മനാഫ്, ജനറൽ സെക്രട്ടറി PM ഷെരീഫ്, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് AM നൌഫൽ, കൗൺസിലർ OA സുൽഫിക്കർ, KMCC തൃശൂർ ജില്ലാ ട്രഷറർ AS നസീർ, വൈസ് പ്രസിഡന്റ് റാഫി കണ്ണോത്ത്, KMCC മുൻ ഉപദേശക സമിതി അംഗം മുഹമ്മദ് AA, അബ്ദുൾ മജീദ്, ഷെരീഫ് ചിറക്കൽ, NK അബ്ദുൽ ഖാദർ മാസ്റ്റർ, ജമാൽ പാടൂർ, ഖത്തർ KMCC മണലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി യൂനസ് വാടാനപ്പള്ളി, MK ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാരും RBIയും ചേർന്ന് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് VM അനിൽ അഭിപ്രായപ്പെട്ടു. അന്തിക്കാട് ചെത്തുതൊഴിലാളി സഹകരണ സംഘം അങ്കണത്തിൽ നടന്ന കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് കൗൺസിൽ KCEC AITUC ജില്ലാതല മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇൻകം ടാക്സിൻ്റെ പരിധിയിൽ കൊണ്ടുവരണം എന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പാർലമെൻറ്റിൽ ധനകാര്യമന്ത്രി പ്രഖ്യാപിക്കുക. വലിയ ഒരു എതിർപ്പ് പ്രത്യേകിച്ച് കേരളത്തിലെ സഹകാരികളുടെ ഇടയിൽ വലിയ ഒരു രോക്ഷവും വളരെ ഞെട്ടലോടെയുമാണ് അത് കേട്ടത്. കാരണം അതൊരു ചെറിയ കാര്യമായി നമ്മൾ കാണരുത്. കാരണം ഇന്ത്യയിലെ നിലവിലുള്ള നിയമത്തിൽ, ഭരണഘടനയിൽ ഉൾപ്പെടെ, അല്ലെങ്കിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലോ അല്ലെങ്കിൽ മറ്റ് ചില ഇൻകം ടാക്സ് ആക്ടിലോ ഒക്കെ സഹകരണ സംഘം എന്ന് പറയുന്നത് ഒരു പ്രത്യേക പ്രിവിലേജ്ഡ് വിഭാഗമായിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ അതിൽ നിന്ന് ഘടകവിരുദ്ധമായി അത് നിലവിലുള്ളപ്പോൾ തന്നെ എങ്ങനെ ഈ സഹകരണ മേഖലയിലെ, പ്രധാനമായും കേരളത്തിലെ സമ്പത്ത് ഈ സഹകരണ. ജില്ലാ പ്രസിഡന്റ് KV മണിലാൽ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി A സുരേഷ് ബാബു, CPI നാട്ടിക മണലൂർ മണ്ഡലം സെക്രട്ടറിമാരായ CR മുരളീധരൻ, VR മനോജ്, CPI ജില്ലാ കൗൺസിൽ അംഗം KV വിനോദൻ, അന്തിക്കാട് ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി CK കൃഷ്ണകുമാർ, KCEC സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങളായ KC ബിന്ദു, CR രേഖ, AITUC അന്തിക്കാട് പഞ്ചായത്ത് സെക്രട്ടറി VS ഷിബിൻ, വനിതാ സബ് കമ്മിറ്റി കൺവീനർ MV ബിന്ധ്യ എന്നിവർ സംസാരിച്ചു. മുഹമ്മദ് അസീം ചികിത്സാ സഹായ ഫണ്ട് കണ്ടെത്തുന്നതിന്റെ ഭാഗമായി പ്രചരണ നോട്ടീസ് എല്ലാ പത്രങ്ങളിലും ഉൾപ്പെടെ എല്ലാ വീടുകളിലും എത്തുന്ന രീതിയിൽ ആവശ്യമായ 5000 നോട്ടീസ് സ്പോൺസർ ചെയ്തു. വാടാനപ്പള്ളി ചിലങ്ക ഒലിവ് ഹെൽത്ത് കെയർ പോളിക്ലിനിക് മാനേജിംഗ് പാർട്ട്നേഴ്സ് IA അരൂപ്, KK ക്രിജിത്ത് എന്നിവർ ചേർന്ന് ചികിത്സാ കമ്മിറ്റി കൺവീനർ RA ഷംസുദ്ദീന് 5000 നോട്ടീസ് കൈമാറി. ചടങ്ങിൽ ചികിത്സാ കമ്മിറ്റി ഭാരവാഹികളായ ട്രഷറർ ബദറുദ്ദീൻ അരയങ്കര, കോർഡിനേറ്റർ AM ജലാൽ, PM റിയാസ്, ബഷീർ തൃത്തല്ലൂർ എന്നിവർ പങ്കെടുത്തു. ഒലിവ് ഹെൽത്ത് കെയർ നേതൃത്വത്തിൽ നമ്മുടെ നാട്ടിലെ മറ്റൊരു ചികിത്സാ കമ്മിറ്റി CD രാജേഷിനു വേണ്ടിയും 5000 നോട്ടീസ് സ്പോൺസർ ചെയ്ത് നൽകിയിരുന്നു. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഒലിവ് നടത്തിവരുന്നത്. ചെട്ടിക്കാട് 3 വയസ്സുകാരൻ മുഹമ്മദ് അസീമിന്റെ മജ്ജമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ചികിത്സാ ഫണ്ട് വിജയിപ്പിക്കാൻ പ്രചരണങ്ങൾക്കായി 5000 നോട്ടീസ് നൽകി സഹകരിച്ച ഒലിവ് ഹെൽത്ത് കെയർ
സന്മനസ്സുകളുടമകളായ മാനേജ്മെന്റ് ചികിത്സാ കമ്മിറ്റിയുടെ പേരിൽ നന്ദിയും അറിയിച്ചു. പെൺകുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുക, ആയോധന കലയിൽ പ്രാവീണ്യം നേടാൻ പ്രാപ്തരാക്കുക, സ്വയം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യം വെച്ച് സമഗ്ര ശിക്ഷ കേരള നടപ്പിലാക്കിയ സ്വയം പ്രതിരോധ പരിശീലനത്തിന് മണലൂർ ഗവൺമെന്റ് LP സ്കൂളിൽ സമാപനമായി. വാർഡ് മെമ്പർ പുഷ്പ വിശംബരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക EL ജോസി, PTA പ്രസിഡന്റ് സലീഷ് PV, കരാട്ടെ പരിശീലക ആർദ്ര, വിദ്യാർത്ഥി പ്രതിനിധി ശ്രീധ്വനി എന്നിവർ സംസാരിച്ചു. 3-4 ക്ലാസുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്കായി 12 മണിക്കൂർ സൗജന്യ പരിശീലനമാണ് ഈ പദ്ധതിയിലൂടെ SSK ലഭ്യമാക്കിയത്. മുൻപന്തിയിൽ കൊണ്ടുവരുക, സമൂഹത്തിന് നല്ല കുട്ടികളായിട്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരിക, ഈ ഒരു ലക്ഷ്യമാണ് ഗവൺമെന്റ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ BRC എന്ത് കാര്യം ഉണ്ടെങ്കിലും അവരാണ് എല്ലാ കാര്യങ്ങളും സ്റ്റഡി ചെയ്തിട്ട് ടീച്ചേഴ്സിന് കൈമാറുന്നത്. അപ്പൊ ഇതുപോലെ നമുക്ക് ഇനിയും ഇതുപോലെ ക്ലാസ് വേണം. ഇനിയിപ്പോ ടീച്ചർ പറഞ്ഞ പോലെ പൈസ വേണ്ടി വരും. കാരണം വെച്ചാൽ ഇതുവരെ ഫ്രീ ആയിരുന്നു സേവനം, ഇനി ഫ്രീ ആവില്ല. എല്ലാ കാര്യത്തിനും ഒരു എമൗണ്ട്, ചെറിയൊരു എമൗണ്ട് കുട്ടികൾക്കും കിട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടല്ലോ പഠിപ്പിക്കുന്നവർക്ക്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ചേട്ടനെവിടെ? അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോണെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ 2024-2025 വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത PK ബഡ്ജറ്റ് അവതരണം നടത്തി. 31,24,24,742 രൂപ വരവും 29,10,60,045 രൂപ ചിലവും 2,02,64,697 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. ഇതിൽ പാർപ്പിടം, ആരോഗ്യം, ശുചിത്വം എന്നീ മേഖലകൾക്ക് മുൻതൂക്കം നൽകിയിട്ടുണ്ട്. പാർപ്പിട മേഖലയ്ക്ക് 4,10,00,000 രൂപയും ആരോഗ്യ മേഖലയ്ക്ക് 66 ലക്ഷം രൂപയും ശുചിത്വം മേഖലയിൽ 55 ലക്ഷം രൂപയും ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കാർഷിക മേഖലയിൽ 40 ലക്ഷം രൂപയും മൃഗസംരക്ഷണ മേഖലയിൽ 28 ലക്ഷം രൂപയും വയോജന പദ്ധതിക്ക് 33 ലക്ഷം രൂപയും ശാരീരിക മാനസിക വെല്ലുവിളിയിൽ നേരിടുന്നവർക്കായി 37 ലക്ഷം രൂപയും വനിതാ ശിശുക്ഷേമ പ്രവർത്തനങ്ങൾക്കായി 44 ലക്ഷം രൂപയും
ബജറ്റിൽ വകയിരുത്തുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM മെഹബൂബ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ബാബു, വാർഡ് മെമ്പർമാരായ IS അനിൽകുമാർ, ഷാജി ആലുങ്ങൽ, സിംഗ് വാലത്ത്, വിനയ പ്രസാദ്, ഷിജി CK, സന്ധ്യ മനോഹരൻ, സുമന ജോഷി, ഷൈജ കിഷോർ, പഞ്ചായത്ത് സെക്രട്ടറി IP പീതാംബരൻ, അക്കൗണ്ടന്റ് ഗോപകുമാർ, പ്ലാൻ ക്ലർക്ക് KK ബിനു, നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ 2024-2025 വാർഷിക സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത VD അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീജിത്ത് VR ബജറ്റ് അവതരിപ്പിച്ചു. 75,04,4795 രൂപ പ്രാരംഭ ബാക്കിയും 31,43,23,230 രൂപ വരവുമടക്കം ആകെ 38,94,88,025 രൂപ വരവും 30,22,29,400 രൂപ ചെലവും കഴിച്ച് 87,25,08,625 രൂപ മെച്ചം വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ബജറ്റിൽ പ്രത്യേക ഊന്നൽ നൽകുന്ന പാർപ്പിടത്തിനും ഉൽപാദന മേഖലയ്ക്കും വനിതാ ശിശു സംരക്ഷണത്തിനും തുകകൾ വകയിരുത്തിയിട്ടുണ്ട്. റോഡുകളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനും റോഡുകളിലെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനുമായും തുക വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ രാത്രികാല യാത്രകൾ സുരക്ഷിതമാക്കുന്നതിനും ഭയരഹിത സഞ്ചാരം ഉറപ്പാക്കുന്നതിനുമായി പഞ്ചായത്തിനെ സമ്പൂർണ്ണ തെരുവ് വിളക്കുള്ള പ്രദേശമാക്കുന്നതിനും തെരുവ് വിളക്കുകളുടെ പരിപാലനത്തിനുമായി ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പ്രില്ല സുധി, ഷാജ്യോതി, രവീന്ദ്രൻ, സുധീർ പട്ടാലി, മറ്റ് ഭരണസമിതി അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഷിനിൽ CN, നിർവഹണ ഉദ്യോഗസ്ഥർ, മറ്റു ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് അനുവദിക്കാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗൗരി ബാബു മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. നവകേരള സദസ്സിന് വേണ്ടുവോളം ഫണ്ടുണ്ട്. അവർക്ക് എല്ലാ കാലത്തും ക്ഷേമ പെൻഷൻ കിട്ടിയിട്ട് 6 മാസത്തോളമായി. എത്ര പാവപ്പെട്ട ആൾക്കാർ ഈ പെൻഷൻ കൊണ്ട് മാത്രം ജീവിക്കുന്നുണ്ട്. അവർക്കാർക്കും പെൻഷനില്ല. ഇനി ഈ മാർച്ച് മാസം നമ്മുടെ സാമ്പത്തിക വർഷം അവസാനിക്കുകയാണ്. അപ്പോൾ വിഷുവിന് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് 2 മാസത്തെ, അത് കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം. അപ്പോഴും 4 മാസത്തെ പെൻഡിംഗ് ആണ്. 2 മാസത്തെ കൊടുക്കാൻ. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KB രാജീവ് ഉദ്ഘാടനം ചെയ്തു. VK മോഹനൻ, ഷൈൻ പള്ളിപ്പറമ്പിൽ, സുധീർ പാടൂർ, മിനി ആൻഡോ, VB ലിബീഷ്, ജോജോ മാളിയക്കൽ, ബിജേഷ് പന്നിപ്പുലത്ത്, N ബാലഗോപാലൻ എന്നിവർ പ്രസംഗിച്ചു. സിദ്ധൻ കളത്തിൽ, രാമചന്ദ്രൻ പള്ളിയിൽ, കിരൺ തോമസ്, ടിൻഡോ മാങ്ങൻ, സന്ദീപ് ബാബു, മോഹൻദാസ്, ഷാനവാസ് സന്ദിക്കാട് എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് വീണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എത്തിക്കേണ്ട അതിനുവേണ്ട ഫണ്ട്, ആ ഫണ്ട് നീക്കിവെക്കുന്നതിന്, അത് കൃത്യമായ രീതിയിൽ അത് വിതരണം നടത്തുന്നതിന്, ആ പ്രദേശങ്ങളിലെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ വിഷയങ്ങൾ പര്യാപ്തമാക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ട ആ സാമ്പത്തികമായ ആവശ്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ കഴിയാതെ ഇന്ന് പഞ്ചായത്തുകളെ വെറും നോക്കുകുത്തികളാക്കി മാറ്റിക്കൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോകുകയാണ്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 2023-2024 വാർഷിക പദ്ധതിയിൽ 2,25,000 രൂപ ഉൾപ്പെടുത്തി 56 പേർക്ക് വാട്ടർ ടാങ്ക് വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KK സന്തോഷ്, ബിന്ദു പ്രദീപ്, മെമ്പർമാരായ ദാസൻ, ശ്രീദേവി മാധവൻ, ഗ്രീഷ്മ സുഖിലേഷ്, AS പ്രീത, സെക്രട്ടറി നിനിത എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് പടിയം എടത്തിരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 13ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും പ്രതിഷ്ഠാദിന മഹോത്സവവും നടത്തി. ചൊവ്വാഴ്ച യജ്ഞാചാര്യ രുക്മിണി സേതുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ സപ്താഹ യജ്ഞത്തിന്റെ സമാപനം കുറിച്ചുള്ള യജ്ഞ സമർപ്പണവും ആചാര്യ ദക്ഷിണ സമർപ്പണവും നടത്തി. പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് രാവിലെ മുതൽ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, ശീവേലി എഴുന്നള്ളിപ്പ് എന്നിവയും ഉച്ചയ്ക്ക് പ്രസാദകൂട്ടും നടന്നു. ഉച്ചതിരിഞ്ഞ് കാഴ്ച ശീവേലി നടന്നു. ചെറുശ്ശേരി കുട്ടന്മാരാർ മേളത്തിന് പ്രാമാണ്യം വഹിച്ചു. സന്ധ്യയ്ക്ക് ദീപാരാധന, നിർമ്മാല, കലാപരിപാടികൾ, കരോക്കെ ഗാനമേള എന്നിവയും നടന്നു. ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ പ്രസാദ് ചേർത്തേടത്ത്, ബ്രിജു പള്ളിയിൽ, ബാലകൃഷ്ണൻ പുറക്കാട്ട്, സന്തോഷ് തണ്ടാശ്ശേരി, മണികണ്ഠൻ പുളിക്കത്തറ, തങ്കമണി പുറക്കോട്ട്, തങ്കമണി കോക്കാത്ര, രവി നികേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു.
മഞ്ഞാണി വലിയ പറമ്പിൽ ശ്രീ രുതിരമാല ഭഗവതി ക്ഷേത്രത്തിലെ തോറ്റംപാട്ട് മഹോത്സവം സമാപിച്ചു. 2 ദിവസങ്ങളായി നടത്തിയ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് മന ദാമോദരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തോറ്റംപാട്ട് മഹോത്സവത്തിന്റെ ആദ്യ ദിവസമായ ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമത്തിനു ശേഷം ദൈവത്തിന്റെ കളം, ഉച്ചയ്ക്ക് വലിയ മുത്തപ്പൻ കളവും വൈകിട്ട് ചെറിയ മുത്തപ്പൻ കളം, വീരഭദ്രസ്വാമി കളം, വിഷ്ണുമായ സ്വാമിയുടെ രൂപക്കളം, കരിങ്കുട്ടി സ്വാമിക്ക് കളം എന്നിവയും നടന്നു. 2ാം ദിവസമായ തിങ്കളാഴ്ച രാവിലെ ദേവിയുടെ കളവും വൈകിട്ട് എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. തുടർന്ന് ദേവിയുടെ രൂപക്കളവും നടന്നു. വടക്കുംവാതുക്കൽ കർമ്മത്തോടുകൂടി ഈ വർഷത്തെ തോറ്റംപാട്ട് മഹോത്സവത്തിന് സമാപനം കുറിച്ചു. ആഘോഷ പരിപാടികൾക്ക് ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ, സെക്രട്ടറി വി ബോസ്, ട്രഷറർ വി സിദ്ധാർത്ഥൻ, വൈസ് പ്രസിഡന്റ് വി സന്തോഷ്, ജോയിന്റ് സെക്രട്ടറി വി ഷൺമുഖൻ, മറ്റ് അംഗങ്ങളായ വി സജീവ്, അശ്വതി ബോസ്, വി രഘുനാഥൻ, ലക്ഷ്മി ജ്യോതിലാൽ, പ്രജീഷ ഷൺമുഖൻ, റിജ വിജു, രജിത പങ്കജാഷൻ എന്നിവർ നേതൃത്വം നൽകി. പുത്തൻപീടിക തോന്നിയക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ അശ്വതിവേല ആഘോഷത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഒരുമ ക്ലബിന്റെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് AU രഘുരാമപ്പണിക്കർ നിർവഹിച്ചു. തുടക്കം എന്നുള്ള രീതിയിൽ ഇവിടെ അലങ്കാരങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ട് ഇത്തവണ ആദ്യമായിട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ, കുറച്ചുകൂടി ഭംഗിയായിട്ട് ഇവിടുത്തെ തന്നെ ഭക്തരായിട്ടുള്ള ജനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നൊരു ദീപാലങ്കാരം, അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നടക്കാൻ പോവുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഓരോ വർഷം കഴിയുന്തോറും പ്രവർത്തനങ്ങളിലും അതിൻ്റെ സംഘാടകരുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെയധികം ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് നടക്കണം, വേലയും ഭംഗിയായിട്ട് നടക്കണം, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബുധനാഴ്ച രാവിലെ പ്രസാദവൂട്ടിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ നിർവഹിച്ചു. തുടർന്ന് തിരുവാതിരക്കളികൾ അരങ്ങേറി. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ്, ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് സത്യൻ മേലേടത്ത്, സെക്രട്ടറി KV ഭാസ്കരൻ, ട്രഷറർ റിനോയ് NR, വൈസ് പ്രസിഡന്റ് ബിജു അണ്ടേഴത്ത്, ജോയിന്റ് സെക്രട്ടറി സുരേഷ് KG, അനിൽ മഠത്തിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. കഴിമ്പ്രം നെടിയിരിപ്പിൽ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ആറാട്ട് മഹോത്സവത്തിന് കൊടിയേറി. രാവിലെ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, തുടർന്ന് ക്ഷേത്രതന്ത്രി വെള്ളത്തിട്ട് കിഴക്കെടുത്ത മന വാസുദേവൻ നമ്പൂതിരി ചെറുവത്തേരി കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. ഈ മാസം 21-ന് ബുധനാഴ്ചയാണ് ആറാട്ട് മഹോത്സവം. വൈകിട്ട് നടക്കുന്ന ആറാട്ടോടുകൂടി മഹോത്സവത്തിന്റെ സമാപനം കുറിക്കും. കൊടിയേറ്റ ചടങ്ങുകൾക്ക് ക്ഷേത്ര പ്രസിഡന്റ് NS രമേശ് ബാബു, സെക്രട്ടറി NK ഷമ്മി, ട്രഷറർ ഷിബു നെടിയിരിപ്പിൽ, ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ NK വാമനൻ, കൺവീനർ NS ഇന്ദുലാൽ എന്നിവർ നേതൃത്വം നൽകി.
വെങ്കിടങ്ങ് കണ്ണോത്ത് പച്ചാമ്പുള്ളി വള്ളിയമ്മു കണ്ണന്റെ വീട്ടുകിണറ്റിൽ കാട്ടുപന്നി വീണു. കിണറ്റിൽ വീണ കാട്ടുപന്നിയെ വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ തളിക്കുളത്തെ അനിമൽ സ്ക്വാഡ് അംഗങ്ങൾ ചേർന്ന് കരയ്ക്ക് കയറ്റി. സമീപത്തെ പാടത്ത് തുറന്നുവിട്ടു. അനിമൽ സ്ക്വാഡ് അംഗങ്ങളായ PR രമേശ്, KK ശൈലേഷ്, അജിത് കുമാർ ഏങ്ങണ്ടിയൂർ, ബൈജു പുതുക്കുളം, രാജു കൊപ്രക്കളം എന്നിവർ ചേർന്നാണ് വല ഉപയോഗിച്ച് കാട്ടുപന്നിയെ കരയ്ക്ക് കയറ്റിയത്. കാട്ടുപന്നിയെ സമീപത്തുള്ള പാടത്ത് അതിന്റെ ആവാസ സ്ഥലത്തേക്ക് തന്നെ തുറന്നുവിടുകയായിരുന്നു. വാണിജ്യം. കാഞ്ഞാണി വിളക്കുംകാൽ സിൽവർ പ്ലാസ ബിൽഡിംഗിൽ ഊഡിൽസ് കളക്ഷൻസ് എന്ന സ്ഥാപനത്തിന്റെ നവീകരിച്ച ഷോപ്പ് ബുധനാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിച്ചു. പുസ്തകങ്ങൾ, ഓഫീസ് സ്റ്റേഷനറി, സ്കൂൾ സ്റ്റേഷനറി, സ്റ്റിച്ചിംഗ് സാമഗ്രികൾ, ചെരുപ്പുകൾ, ബാഗുകൾ, ഫാൻസി ആഭരണങ്ങൾ, ഗിഫ്റ്റ് ഐറ്റംസ്, കളിപ്പാട്ടങ്ങൾ, കോസ്മെറ്റിക്സ്, ഫോട്ടോസ്റ്റാറ്റ്, കമ്പ്യൂട്ടർ പ്രിന്റ്, ലാമിനേഷൻ എന്നിവ ഇവിടെ നിന്നും ലഭ്യമായിരിക്കും. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഷോപ്പിന്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രീനാരായണ ഗുരുവിൻ്റെ പുണ്യപാദമറ്റ ഭൂമിയിൽ ഊഡിൽസ് എന്ന് പറയുന്ന സ്ഥാപനം പുനഃപ്രവർത്തനം ആരംഭിക്കുകയാണ്. നല്ല രീതിയിൽ ജനങ്ങൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റേഷനറി, അതുപോലെ തന്നെ കോസ്മെറ്റിക് ഐറ്റംസ്, അതുപോലെ തന്നെ ലെതർ ബാഗുകൾ, ചെരുപ്പുകൾ എല്ലാം ഒരു കുടക്കീഴിൽ നൽകുന്ന ഒരു സ്ഥാപനമാണ് ശ്രീ ഗിരീഷ് ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറയുന്നത്. അവരുടെ സഹോദര സ്ഥാപനമായിട്ട് ഇവിടെ ആരംഭിക്കുന്നത്. ഈ സംരംഭം നല്ല രീതിയിൽ വിജയിക്കട്ടെ. ഇതിന് പഞ്ചായത്തിൻ്റെ എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നല്ല പ്രതിദിനം നേരുന്നു. സിന്ധു ശിവദാസ്, കവിത രാമചന്ദ്രൻ, ജിൻസി തോമസ്, ജോഷി പൊറ്റേക്കാട്ട് എന്നിവർ ആശംസകൾ നേർന്നു. ഊഡിൽസ് സ്ഥാപനത്തിൽ നല്ല വിലകുറവുള്ള സാധനങ്ങളും നല്ല ഗുണമേന്മയുള്ള സാധനങ്ങളുമാണ് ഇവിടെ വിൽപ്പനയ്ക്കുള്ളത്. എല്ലാവരും നമുക്ക് സ്ത്രീകൾക്ക് ആവശ്യമായ സാധനങ്ങളും നമ്മളെ ഗോൾഡ് ഓർണമെൻറ്റ്സ്, അതുപോലെ ചെരുപ്പ്, കമ്മലുകൾ എല്ലാം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അത് നമ്മളെല്ലാവരും നല്ല 7-ാം വാർഡിൽ മുൻപ് പ്രവർത്തിച്ചിരുന്ന ഊഡിൽസ് എന്ന സ്ഥാപനം ഒന്നും കൂടി വിപുലീകരിച്ച് അത് നല്ല രീതിയിൽ ജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ കച്ചവടം നടക്കട്ടെ. അവർക്ക് എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേർന്നുകൊണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് 9995456472 നമ്പർ ഒരിക്കൽ കൂടി 9995456472 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഊഡിൽസ് കളക്ഷൻസ് എന്ന സ്ഥാപനം വിളക്കുങ്കൽ സെൻറ്ററിൽ മുന്നേ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനമാണ്. ഇപ്പോൾ സ്റ്റേഷനറിയും ചെരുപ്പും എല്ലാം കൂടി ഒറ്റ കുടക്കീഴിൽ എന്ന രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ വിലക്കുറവിൽ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്ന ഊഡിൽസ് കളക്ഷന് എല്ലാവിധ ആശംസകളും നൽകുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിമ്പ്രം VPM SNDP സ്കൂളിൽ എഡുഫെസ്റ്റ് 2024 സ്കൂൾ വാർഷികം യാത്രയയപ്പ്.
അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി ജീനാനന്ദൻ ചുമതലയേറ്റു. വലപ്പാട് തളിക്കുളം പഞ്ചായത്തുകളിൽ ബജറ്റ് അവതരണങ്ങൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.